കെട്ടിട ഉദ്ഘാടന വേദിയിൽ നൽകിയ പ്ലാസ്റ്റിക് ബൊക്കെ ഒരെണ്ണം സ്വീകരിക്കാതെ മന്ത്രി എം. പി. രാജേഷ് നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബൊക്കെയാണ് നിരസിച്ചത്. ഇത് നൽകുന്നതിലെ ചട്ടലംഘനവും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. പാലക്കാട് കുത്തനൂർ ഗ്രാമപഞ്ചായത്ത് കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രിയുടെ വിമർശനം. വലിയ പ്രചരണം, വലിയ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്ന് തന്ന ബൊക്കെ നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതാണ്. നിരോധിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചതിന് 10,000 രൂപ പിഴയണം. ഈ നിരോധനം നടപ്പാക്കേണ്ട വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അതിന്റെ മന്ത്രിക്കാണ് ഈ ബൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിനർത്ഥം എന്താ വെച്ചാൽ സർക്കാരിൽ പറയുന്ന കാര്യങ്ങളെന്നും ചില ആളുകളുടെ തലയിലെത്തുന്നില്ല. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. സെക്രട്ടറിയുടെ കൂടി ഉത്തരവാദിത്തമായിരുന്നു, അത് ശ്രദ്ധിക്കേണ്ടതായി. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയാതിരുന്നാൽ അതുകൊണ്ടാണ് ഞാനത് വാങ്ങാതിരുന്നത്. ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുകയും മന്ത്രിക്ക് എന്തൊരു ധിക്കാരാണ്. അതുകൊണ്ടല്ല, ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഞാനുകൂടി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുന്നു. സാജിദ്, എന്താണ് മന്ത്രി പറയുന്നത്? സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വരുത്തുന്ന വീഴ്ച അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനുള്ള പരാജയം, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നിഷാദ്, തീർച്ചയായും ഇത് ഈ കുത്തന്നൂർ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് വേദി. ഈ വേദിയിലാണ് മന്ത്രിയെ സ്വീകരിക്കാനായി ഈ ബൊക്ക നൽകുന്നത്. ഈ ബൊക്ക ഈ സാധാരണ പൂക്കളാണ്, പക്ഷെ അത് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. അത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നമാണ്. അത് ഉപയോഗിക്കുന്നതിന് 10,000 രൂപ വരെ പിഴ ഈടാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. അങ്ങനെ ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ പരിപാടിയിലാണ് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് തന്നെ ഇത്തരത്തിൽ നിരോധിത പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നിർമ്മിച്ച ബൊക്ക സമ്മാനമായി നൽകുന്നത്. ഇതിനെയാണ് കർശനമായ ഭാഷയിൽ മന്ത്രി ഈ ശാസിച്ചത്. മന്ത്രി ഈ ബൊക്ക സ്വീകരിക്കാതെ മടക്കി അയച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് 10,000 രൂപ വരെ പിഴ ഈടാക്കാൻ കഴിയും. അത് പിഴ ഈടാക്കാനുള്ള സ്ഥാപനത്തിന്റെ പരിപാടിയിൽ തന്നെയാണ് ഇത്തരം ഒരു ചട്ടലംഘനം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി തന്നെ വേദിയിൽ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു പിഴ ഈടാക്കുമോ എന്നുള്ളതാണ്. പഞ്ചായത്ത് സെക്രട്ടറിയാണ് നടപടി എടുക്കേണ്ടത്. സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ തന്നെ ഇത്തരം ഒരു നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഉൾപ്പെടെ അത്തരം ഒരു നിർദ്ദേശം പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് ഭരണസമിതിയാണ് കുത്തന്നൂർ പഞ്ചായത്ത് ഭരിക്കുന്നത്. ശരി.